ഗൈസ്, ബിനാദ് ഗത്തൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു 1 ഡേ ടൂറിലാണ്. NH66 റോഡിലാണ് ഇപ്പോൾ പോകുന്നത്. ആ ഡെസ്റ്റിനേഷൻ പിന്നീട് പറയാം, കാരണം വളാഞ്ചേരി പോയിട്ട് അവിടുന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുഞ്ഞിട്ടാ. NH66 റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടോ. നല്ല വ്യൂ പോയിന്റ് ആണ്, അടിപൊളി. രണ്ട് സൈഡും നല്ല കാണാനൊക്കെ നല്ല പച്ചപ്പായിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്. ഇതിൻ്റെ മേലെക്കൂടെയുള്ള യാത്ര എന്ന് പറയുന്ന ഒരു വൈബ് തന്നെയാണ്, പ്രത്യേക വൈബ് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് കാണുകയൊക്കെ ചെയ്യാം, പക്ഷെ അത് കൂടുതൽ നേരം നിൽക്കാനൊന്നും പറ്റില്ല. പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിക്കും. ഇപ്പോൾ എടപ്പാളായാലും കുറ്റിപ്പുറം, വളാഞ്ചേരി ഇവിടെ നിന്നും ബ്ലോക്കിൽ പെടാതെ നമുക്ക് ഈ 66 വഴി കോട്ടയ്ക്കൽ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് എത്തേണ്ടത് പെട്ടെന്ന് എത്താൻ പറ്റും. അങ്ങനെ വളാഞ്ചേരിയിൽ നിന്ന് നേരെ കൊപ്പം വഴി ഇപ്പോൾ മുളയങ്കാവിൽ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ഷൊർണൂർ റെയിൽ കേട്ടോ. നമ്മളെ കേരള ടൂറിസത്തിൻ്റെ ഇതിൽ വരാൻ പോകുന്ന ഭാഗമാണ് മുളയങ്കാവ് റെയിൽ ഗേറ്റാണ് കേട്ടോ. അടിപൊളി സ്ഥലമല്ലേ? മുളയങ്കാവ് ഗേറ്റ്, ഇതാണ് മുളയങ്കാവ് ഗേറ്റ്. ഐശ്വര്യ ഹായ് പറ. ഇപ്പം ഞാൻ ഹായ് പറ പോരെ. ഞാൻ പറയാൻ വിട്ടുപോയൊരു സ്ഥലമുണ്ട് കേട്ടോ, ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുളയങ്കാവിൽ എത്തുന്നത്. രായിര നെല്ലൂർ എന്നാണ് അത്, അതായത് നാരായണത്ത് ഭ്രാന്തൻ്റെ സ്ഥലമാണ്. നാരായണത്ത് ഭ്രാന്തനെ കേട്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇനിയിപ്പോൾ ടോവിനോൻ്റെ ഒരു ഫിലിം കൂടി വരുന്നുണ്ട്, നാരായണത്ത് ഭ്രാന്തൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ഇറങ്ങേണ്ട സ്ഥലമാണ്. ഇവിടെ ഇതുവരെ കാറ് വരുള്ളൂ കേട്ടോ, പിന്നെ അങ്ങോട്ട് നമ്മൾ ഇറങ്ങി നടന്നു പോകണം. കാറ് ഇറക്കണമെങ്കിൽ ഇറക്കാം, പക്ഷെ ഞാൻ അത്ര ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഇറക്കിയിട്ടില്ല. ഇവിടെ 2 പേര് എടുക്കുന്ന കാണുന്നുണ്ട്. അതെന്താ സംഭവിച്ചെങ്കിൽ അവർ പുഴ കാണാൻ വന്നതൊന്നല്ല, അവരവിടെ വല ഇട്ടിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ കുടുങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ വാഹനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതൊരു ഷിഫ്റ്റ്, ഒരു റെഡ് കളർ ഷിഫ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. അവിടേക്കൊരു റോഡുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ വന്ന ഭാഗത്തു നിന്നും കുറച്ചും കൂടി ഒരു 2 കിലോമീറ്റർ പോയിട്ടാണ് ആ റോഡുള്ളത്. ആ റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടികളൊക്കെ അങ്ങോട്ട് ഇറക്കാൻ പറ്റും. അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇറങ്ങി കുളിക്കാം, പിള്ളേർ കുളിക്കുന്നുണ്ട്, ആളുകളൊക്കെ കുളിക്കുന്നുണ്ട്. നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ. ഇവിടുന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. കുഞ്ഞാളെ കൈ പിടിക്കും. വെള്ളം ചാടുന്ന ശബ്ദമാണ് കേൾക്കണത്. പാട്ടുകാര പുഴ അല്ലേ? ഇത് മഴയത്ത് വെള്ളം കൂടിയ തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇവിടുന്നപ്പോ ഈ വെള്ളം വരുന്നു, ഇത്രയധികം വെള്ളം. അതവിടെ കുളിക്കുന്ന കുട്ടികളൊക്കെ. പക്ഷെ അവിടുന്ന് ഏതോ വഴി വരുന്നുണ്ടല്ലോ. ഇവിടെ ചേച്ചിയുടെ വീട് അടുത്താണ്. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കും കൂടി പോകാൻ എന്ന് കരുതിയിട്ടാണ് വന്നത്. പോണ വഴിക്ക് അവിടുന്ന് നേരെ ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് വീണ്ടും ഇവിടുന്ന് യാത്ര ചെയ്തു നേരെ മുലമ്പുഴ.
യൂട്യൂബിൽ വരും കേട്ടോ, പ്രശ്നമില്ലല്ലോ, കുഴപ്പമുണ്ടോ? യൂട്യൂബിൽ വീഡിയോ വരും എന്ന് പറഞ്ഞപ്പോഴേ ചേച്ചിമാർക്കൊക്കെ കൂടി നാണായി. അവരെല്ലാവരും കൂടി മുഖമൊക്കെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഓടാനുള്ള പരിപാടിയായിരുന്നു. എന്തല്ലേ, ഇവിടെ നല്ല മീനുണ്ട് കേട്ടോ, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അത് പിടിക്കാനായിട്ടാണ് അവർ വന്ന് അവിടെ കാത്തിരിക്കുന്നത്. പലയിടത്തെ വലിയ വലിയ മീനുകളൊക്കെ കിട്ടും പല ഭാഗത്തുനിന്നും. നമ്മുടെ പല പുഴകളിൽ നിന്നും വരുന്ന മീനുകളൊക്കെ ഉണ്ടാവും ഇവിടെ. എന്താ ചെയ്യാൻ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, മുളയങ്കാവ് ഗേറ്റ് കണ്ടില്ലേ, അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ള സ്ഥലമാണ്. അതിനൊരു റെയിൽ പോകുന്നുണ്ട്. ആ റെയിലാണ് നമ്മൾ നേരത്തെ കണ്ടത്, ഷൊർണൂർ നിലമ്പൂർ റെയിൽ. ഇതൊരു പാട ഏരിയയാണ്, നല്ല ഭംഗി അവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊലുക്കല്ലൂരിൽ നിന്ന് നേരെ ഞങ്ങൾ മലമ്പുഴയാണ് ഡെസ്റ്റിനേഷൻ വരുന്നത്. മലമ്പുഴയ്ക്ക് പോകണം. അപ്പോൾ പോണ വഴിക്കുള്ള നാച്ചുറൽ ഭംഗികളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഈ പാറയുടെ മേലെ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിരുന്ന പാടുകളാണ് വെള്ള കളറിൽ കാണുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ആ കളറ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ്, എന്താ പറയുക, വളരെ ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു 1 ഡേ ട്രാവലിംഗ് അല്ലെങ്കിൽ 2 ഡേ ട്രാവലിംഗ് ഒക്കെ അടിപൊളി വൈബായിരിക്കും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് കാണുന്നതിനേക്കാളും നല്ലതായിരിക്കും എപ്പോഴും നാച്ചുറലായിട്ട് കാണുന്നത്. അവിടുന്ന് നേരെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് കയറി. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ഒരു കൗണ്ടറുണ്ട്, അവിടുന്ന് ടിക്കറ്റ് എടുക്കുക. ഈ കൗണ്ടർ കാണുന്ന ടിക്കറ്റ് എടുക്കാനുള്ളതാണ്. ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നത് അത്ര ബുദ്ധിയല്ല, എന്നാലും വരാം. ഇവിടെ കൂടുതലും ലവേഴ്സിൻ്റെ മെയിൻ ഒരു കേന്ദ്രം എന്ന് പറയാം. ഒരു അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയാം. എന്നാലും ഫാമിലികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷെ എവിടെ തിരിഞ്ഞാലും അവരായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല കൂടുതൽ. നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ. പക്ഷെ നമുക്ക് ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ അവർക്കൊക്കെ ഒരു ഇതായിരിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് വേണം ഇവിടെ വരാൻ വേണ്ടി. കോളേജ് പിള്ളേരുകളാണ് മൊത്തം. നമ്മുടെ കുഞ്ഞൂട്ടൻ വളരെ ഹാപ്പിയാണ്. അവൻ നിലത്തിറങ്ങിയിട്ട് ഓടുകയാണ്. ഒരു ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡിൽ ഓടുക. കാരണം മൂക്കൊന്നുമില്ലാതെ ഭയങ്കര നോട്ടൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പിടിച്ചാലും കിട്ടില്ല. അപ്പോൾ വീഴുമെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഴുന്ന റോഡല്ലേ എന്ന് പറയുന്നത്. അവനൊരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയ പോലെയാണ്, അത്രയും ഓടിക്കളിക്കുകയാണ് അവിടെ. പിന്നെ കുഞ്ഞാവിടെ എന്നും സ്ഥിരം പ്രശ്നങ്ങൾ തന്നെയാണ്. അവൾക്ക് നടക്കാൻ വയ്യ, കാലുവേദന, വയറുവേദന, അതൊക്കെ തന്നെ. അപ്പോൾ അവളെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് കാലുവേദനയാണ്, നടക്കാൻ വയ്യ. അപ്പോൾ എടുത്തുകൊണ്ട് നടക്കണം. ഇത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയുടെ ഉള്ളിലുള്ള ജയിലുകളാണ് കേട്ടോ. പണ്ടത്തെ ജയിലുകളാ തോന്നുന്നുണ്ട്. നല്ല അഴികളും ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ജയിലുകളാണെന്ന് മനസ്സിലാക്കിയത്, കാരണം അവിടെ പ്രത്യേകിച്ച് ഗൈഡൻസ് ഒന്നുമില്ല, അവിടെ ആരും കണ്ടൊന്നുമില്ല, നമുക്കറിയില്ല. ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ജയിലാ തോന്നി. ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ ജയിലുകളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, അതേപോലെയുള്ള ഒരു പ്ലേസാണിത്. ഇപ്പോഴവിടെ എന്തൊക്കെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് പ്രവർത്തിക്കുന്നു, ഇപ്പോഴും ഓപ്പൺ ആണെന്നാണ് പറയുന്നത് കേട്ടത്. അന്നെന്തോ മുടക്കായിരുന്നു.
അങ്ങനെ നേരെ അവിടുന്ന് മലമ്പുഴ ഡാമിലെത്തി. അവിടെ പിള്ളേർ പറഞ്ഞു റോപ്പിൽ കയറണം. അങ്ങനെ റോപ്പിൽ കയറി കുട്ടികളുടെ ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ അങ്ങനെ റോപ്പിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കെല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റില്ല. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്ത കാരണം കൊണ്ട് എല്ലാ വീഡിയോസും ഇതിലിടാൻ പറ്റിയിട്ടില്ല, അത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും കഴിയുന്ന പരമാവധിയൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേ.